അഴിമതി കേസിൽ കൊച്ചി കസ്റ്റംസ് പ്രിവന്റീവ് സൂപ്രണ്ടായിരുന്ന പ്രമോദ് കുമാർ സവിതയുടെ സ്വത്തുവിവരങ്ങൾ സിബിഐ പരിശോധിക്കുകയാണ്. റെയ്ഡിൽ പിടിച്ചെടുത്ത രേഖകളുടെ പരിശോധന പൂർത്തിയാക്കിയ ശേഷം പ്രമോദ് കുമാർ സവിതയെ ചോദ്യം ചെയ്യും. കൊച്ചി കസ്റ്റംസ് പ്രിവന്റീവ് ഓഫീസിലും പ്രമോദിന്റെ വീട്ടിലും വെള്ളിയാഴ്ച സിബിഐ റെയ്ഡുകൾ നടന്നിരുന്നു. ജിജീഷ് കരുണാകരനുണ്ട് കൊച്ചിയിൽ നിന്നും. ജിജീഷ്, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. പ്രത്യേകിച്ചൊരു കസ്റ്റംസ് പ്രിവന്റീവ് ഓഫീസറായിരുന്ന അല്ലെങ്കിൽ ആ രീതിയിലുള്ള നിർണായകമായിട്ടുള്ള ചുമതലകൾ വഹിക്കുന്ന ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ റെയ്ഡുകൾ നടത്തുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, ബീഹാറിലൊക്കെ അടക്കമുള്ള ചില ഭൂമി കുംഭകോണങ്ങൾ അടക്കമുള്ള വിഷയങ്ങൾ ഇയാൾക്കെതിരെ നിലനിൽക്കുന്നുണ്ട്. എന്തൊക്കെ വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്? പ്രത്യേകിച്ച് ഈ പിടിച്ചെടുത്ത രേഖകളുമായി ബന്ധപ്പെട്ട് അതിൽ നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള തെളിവുകൾ അന്വേഷണ ഏജൻസിക്ക് കിട്ടിയിട്ടുണ്ടോ? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? പ്രേത്ത് പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും നിർണായകമായ ഒരു നീക്കമായിരുന്നു ഇക്കാര്യത്തിൽ CBIയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്. നമ്മൾ ആ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അതായത് കസ്റ്റംസിന്റെ ഓഫീസിലേക്ക്, കസ്റ്റംസ് പ്രിവന്റീവ് ഓഫീസിലേക്ക് CBI സംഘം എത്തി റെയ്ഡ് നടത്തുന്നു. അവിടെ ഒരു ഉദ്യോഗസ്ഥനെതിരെ നേരിട്ട് അന്വേഷണത്തിന്റെ ഭാഗമായി പരിശോധനകൾക്ക് എത്തുന്നു എന്നത് തന്നെയായിരുന്നു അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. വെള്ളിയാഴ്ച രാവിലെ മുതൽ ഉച്ചയ്ക്ക് ശേഷം വരെ നീണ്ടതായിരുന്നു ഈ ഒരു പരിശോധന എന്ന് പറയുന്നത്. ഒരേ സമയം പ്രദീപ് കുമാറിന്റെ, സവിതയുടെ വീട്ടിലും, കൊച്ചിയിലുള്ള വീട്ടിലും, ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഓഫീസ് മുറിയിലുമായിരുന്നു ഈ പരിശോധന നടത്തിയത്. അന്ന് ലഭിച്ച രേഖകളുടെ പരിശോധനയാണ് ഇപ്പോൾ അന്വേഷണ സംഘം പ്രധാനമായും പൂർത്തിയാക്കുന്നത്. കാരണം ഇതിൽ ഭൂമി ഇടപാടിന്റെ അടക്കമുള്ള രേഖകൾ പ്രമോദ് കുമാറിന്റെ വീട്ടിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഈ സൂപ്രണ്ടിന്റെ, കസ്റ്റംസ് സൂപ്രണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഇത് പരിശോധിക്കുമ്പോഴാണ് എവിടെയെല്ലാമാണ് സ്വത്ത് സമ്പാദനം നടത്തിയിട്ടുള്ളത്, മാത്രമല്ല ആദായ നികുതി കണക്കുകളിൽ കാണിച്ചതിലധികം സ്വത്തുവകകൾ സമ്പാദിച്ചിട്ടുണ്ടോ എന്നാണ് പ്രധാനമായും അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. നിലവിലൊരു ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണം നടത്തിയത്. CBIയുടെ അന്വേഷണം നടക്കുന്നതും അങ്ങനെയാണ്. പ്രദീപ് കുമാർ സവിതയുടെ വീട്ടിലും ഒപ്പം തന്നെ ഓഫീസിലുമെല്ലാം പരിശോധന നടത്തുന്നത്. എന്നാൽ നേരത്തെ തന്നെ ബ്ലാക്ക് മാർക്ക് ലഭിച്ചിട്ടുള്ള, കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ പല വിധത്തിലുള്ള ആരോപണങ്ങൾ നേരിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് ഇത്. കരിപ്പൂർ വിമാനത്താവളത്തിൽ ജോലി ചെയ്യുമ്പോൾ സ്വർണ്ണക്കടത്തിന് ഒത്താശ ചെയ്തതുമായി ബന്ധപ്പെട്ട് നടപടി നേരിട്ടിരുന്നു. 2022 മറ്റ് 2 ഉദ്യോഗസ്ഥർക്കൊപ്പം ഈ ഉദ്യോഗസ്ഥനും സസ്പെൻഷന് നേരിടേണ്ടി വന്നത്. പിന്നീടാണ് കൊച്ചി കസ്റ്റംസ് പ്രിവന്റീവ് ഓഫീസിലേക്ക് സ്ഥലം മാറി എത്തുന്നത്. അവിടെ എത്തുമ്പോഴും വിവാദങ്ങൾ അദ്ദേഹത്തെ തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെയാണ് ഈ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തർക്കം ഉടലെടുക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് CBIക്ക് പരാതികൾ ലഭിക്കുകയും ചെയ്യുന്നത്. തുടർന്ന് GSTയിലേക്ക് മാറ്റിയിരുന്നു. ഈ കസ്റ്റംസ് പ്രിവന്റീവ് ഓഫീസിൽ നിന്ന് GSTയിലേക്ക് സ്ഥലം മാറ്റി. ഇതിനിടയിലായിരുന്നു അന്വേഷണ സംഘം പരിശോധന നടത്തിയത്. ഇനി പ്രധാനമായ ഒരു നടപടി എന്ന് പറയുന്നത് ചോദ്യം ചെയ്യൽ നടപടിയിലേക്ക് കടക്കുക എന്നത് തന്നെയാണ്. ഈ പ്രദീപ് കുമാറിനെ ചോദ്യം ചെയ്തുകൊണ്ടായിരിക്കും അന്വേഷണ സംഘം മുന്നോട്ട് പോവുക. അതിനായി CBI സംഘം ആദ്യം തെളിവുകൾ പരമാവധി ശേഖരിച്ച ശേഷം, പ്രത്യേകിച്ച് ജിജീഷ്, എന്തായാലും പ്രധാനപ്പെട്ട തെളിവുകൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. കാരണം ഒരു പ്രധാനപ്പെട്ട ചുമതലയിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ, അയാൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട അഴിമതിയുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നു. അതിൽ ചില രേഖകൾ പിടിച്ചെടുക്കുന്നു. ഇനി രേഖകളുമായി ബന്ധപ്പെട്ടുള്ള തുടർ വിവരങ്ങളാണ് വരുന്ന മണിക്കൂറുകളിൽ പുറത്തു വരേണ്ടത്.